2,36,400 രൂപ നികുതി. സ്വർണം വിൽക്കുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. സ്വർണവും വെള്ളിയും വിലയിൽ അനുദിനം റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് കുതിക്കുകയാണ്. വില വർധനവിന്റെ നേട്ടം മുതലാക്കാൻ നേരത്തെ വാങ്ങി സൂക്ഷിച്ച് സ്വർണം വിൽക്കാനുള്ള ഒരുക്കത്തിലാണ് പലരും. എന്നാൽ പലർക്കും സ്വർണത്തിന്റെ നികുതി വ്യവസ്ഥകളെ സംബന്ധിച്ച് കാര്യമായ ധാരണയില്ല എന്നതാണ് സത്യം. സ്വർണ, വെള്ളി നിക്ഷേപങ്ങൾക്ക് എങ്ങനെയാണ് നികുതി ചുമത്തുന്നത് എന്ന് നോക്കാം. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നികുതി വ്യവസ്ഥ രണ്ട് പ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, നിക്ഷേപത്തിന്റെ തരം, ഭൗതിക സ്വർണം, ഡിജിറ്റൽ സ്വർണം, ഇഡിഎഫുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ. 2, ഹോൾഡിംഗ് കാലയളവ്. ആസ്തി എത്ര കാലം കൈവശം വയ്ക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി നേട്ടങ്ങളെ ഹ്രസ്വകാല മൂലധന നേട്ടങ്ങൾ, ദീർഘകാല മൂലധന നേട്ടങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. ഇത് ബാധകമായ നികുതി നിരക്ക് നിർണ്ണയിക്കുന്നു. ഭൗതിക സ്വർണം, വെള്ളി അല്ലെങ്കിൽ ഡിജിറ്റൽ സ്വർണം. വെള്ളി വാങ്ങുമ്പോൾ ലോഹത്തിന്റെ മൂല്യത്തിൽ 3% GST ഈടാക്കുന്നു. ആഭരണങ്ങളുടെ കാര്യത്തിൽ പണിക്കൂലി 5% അധിക GSTക്ക് വിധേയമാണ്. ഭൗതിക, ഡിജിറ്റൽ സ്വർണ്ണ, വെള്ളി ആസ്തികൾ വിൽക്കുമ്പോൾ മൂലധന നേട്ട നികുതി ബാധകമാണ്. 24 മാസത്തിൽ കൂടുതൽ കൈവശം വച്ചാൽ നേട്ടങ്ങൾ ദീർഘകാലമാണ്. ഇതിന് സൂചികയില്ലാതെ 12.5% നികുതി ചുമത്തും. 24 മാസം വരെ കൈവശം വച്ചാൽ നേട്ടങ്ങൾ ഹ്രസ്വകാലമായി കണക്കാക്കുകയും സ്ലാബ് നിരക്കിൽ നികുതി ചുമത്തുകയും ചെയ്യും. GST വാങ്ങൽ ചെലവ് വർദ്ധിപ്പിക്കുമ്പോൾ മൂലധന നേട്ടങ്ങളുടെ ആദായ നികുതി ബാധ്യതയ്ക്കെതിരെ അത് ക്രമീകരിക്കാൻ കഴിയില്ല. ഡിജിറ്റൽ സ്വർണത്തിനും ഇങ്ങനെയാണ് നികുതി നിശ്ചയിക്കുന്നത്. സ്വർണ, വെള്ളി ഇഡിഎഫുകൾ ഉയർന്ന നിലവാരമുള്ള ഭൗതിക സ്വർണത്തിലും വെള്ളിയിലും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി അംഗീകരിച്ച അതേ ലോഹങ്ങളിലുള്ള അനുബന്ധ നിക്ഷേപങ്ങളിലും നിക്ഷേപിക്കുന്നു. മറുവശത്ത് സ്വർണ, വെള്ളി മ്യൂച്വൽ ഫണ്ടുകൾ സ്വർണ, വെള്ളി ഇഡിഎഫുകളുടെ യൂണിറ്റുകളിൽ നിക്ഷേപിക്കുന്നു. 12 മാസം വരെയുള്ള കാലയളവിൽ വിൽക്കുന്ന സ്വർണ, വെള്ളി ഇഡിഎഫുകളും മ്യൂച്വൽ ഫണ്ടുകളും STCക്ക് വിധേയമാണ്. ഇതിന് സ്ലാബ് നിരക്കുകളിൽ നികുതി ചുമത്തും. എന്നിരുന്നാലും അവ 12 മാസത്തിൽ കൂടുതൽ കൈവശം വച്ചിട്ടുണ്ടെങ്കിൽ അവ LTCക്ക് വിധേയമായിരിക്കും. കൂടാതെ 12.5% ഫ്ലാറ്റ് നിരക്കിൽ നികുതി ചുമത്തും. ഭൗതിക സ്വർണത്തിനും ഇഡിഎഫുകൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇടയിൽ ദീർഘകാല നികുതി ചികിത്സയ്ക്ക് ആവശ്യമായ ഹോൾഡിംഗ് കാലയളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വാങ്ങുന്ന സമയത്ത് GST മൂലധന നേട്ട നികുതി ബാധ്യത കുറയ്ക്കുന്നില്ല. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് നിക്ഷേപകർക്ക് അവരുടെ ഹോൾഡിംഗ് കാലയളവ് ആസൂത്രണം ചെയ്യാനും നികുതി വീക്ഷണകോണിൽ നിന്ന് എക്സിറ്റ് തന്ത്രം കൂടുതൽ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യാനും സഹായിക്കും. നികുതി ലാഭിക്കുന്നതിനായി സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നുമുള്ള മൂലധന നേട്ടങ്ങൾ വീണ്ടും നിക്ഷേപിക്കാം. സ്വർണവും വെള്ളിയും വിറ്റതിനു ശേഷമുള്ള നികുതി ലാഭിക്കാനുള്ള ഓപ്ഷനുകൾ LTCക്ക് മാത്രമേ ലഭ്യമാകൂ. ഹോൾഡിംഗ് കാലയളവിന് 24 മാസത്തിന് ഒരു ദിവസം മുമ്പ് നിങ്ങൾ ഭൗതിക സ്വർണമോ വെള്ളിയോ വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങൾ STCGയായി കണക്കാക്കും. രണ്ടാമത്തെ വ്യവസ്ഥയിൽ നിങ്ങളുടെ സ്വർണമോ വെള്ളിയോ ETF അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ 12 മാസത്തിനുള്ളിൽ റിഡീം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങൾ LTCയായി കണക്കാക്കും. ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ വരുമാനം 30% നികുതി സ്ലാബിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തം നേട്ടം 2 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളുടെ നികുതിയിൽ 36,400 രൂപ അധികമായി നൽകേണ്ടി വന്നേക്കാം.